മധ്യപ്രദേശിലെ ഇൻഡോറിലുണ്ടായ മലിനജല ദുരന്തത്തിലെ മരണസംഖ്യയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി. 18 പേരുടെ ബന്ധുക്കൾക്ക് ധനസഹായം കൈമാറിയെങ്കിലും 8 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. അതേസമയം ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജലപരിശോധനാ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു. ഇൻഡോർ മലിനജല ദുരന്തമുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോഴും മരിച്ചവരുടെ യഥാർത്ഥ കണക്കുകൾ സംബന്ധിച്ച് അവ്യക്തത തുടരുകയാണ്. ദുരന്തത്തിൽ മരിച്ചത് 4 പേർ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ നിലപാട്. പിന്നീട് 8 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. ഹൈക്കോടതിയിലും 8 പേർ മരിച്ചതായാണ് സർക്കാർ അറിയിച്ചത്. എന്നാൽ മരിച്ച 18 പേരുടെ ബന്ധുക്കൾക്ക് ധനസഹായം നൽകിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2 ലക്ഷം രൂപ വീതമാണ് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകിയത്. മരണസംഖ്യ മറച്ചുവെച്ച് സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതേസമയം പ്രാദേശിക ഭരണകൂടം റിപ്പോർട്ട് ചെയ്ത എല്ലാ കേസുകൾക്കും നഷ്ടപരിഹാരം നൽകാൻ മന്ത്രി കൈലാഷ് വിജയവർഗിയ നിർദ്ദേശം നൽകിയെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ജലപരിശോധനാ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നു. പരിശോധന നടത്തിയ 51 സാമ്പിളുകളിൽ 35 എണ്ണത്തിലും മലമൂത്ര വിസർജനത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. 1 മില്ലി ലിറ്ററിന് 13 മുതൽ 360 വരെ കോളിഫോം ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയത്. കുഴൽ കിണറുകളിലേക്കും മാലിന്യം വ്യാപിച്ചതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.